ഒരു ആർട്ട് ഫിലിമുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ തൊട്ട് അപ്പൻ മൊബൈൽ ക്യാമറ എടുത്തിട്ട് ആ സീനൊക്കെ ഒപ്പിയെടുക്കുകയാണ്. പിന്നെ ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഈവൻസിലും ഇയാൾ മൊബൈൽ ക്യാമറ വന്നിട്ട് അയാൾ ഒപ്പിയെടുക്കുന്നുണ്ട്. ഇവൾ ആദ്യമായിട്ട് എഴുന്നേറ്റ് നടക്കുന്നത്, ഇവൾ കസേരയിൽ കയറി നിൽക്കുന്നത്, ഇവൾ ബ്രഷ് ചെയ്യുന്നത്, ഇവൾ ബാസ്കറ്റ് ബോൾ കളിക്കുന്നത്, അങ്ങനെ അവരുടെ ലൈഫിലെ എല്ലാ അവിസ്മരണീയ മുഹൂർത്തങ്ങളും ഇയാൾ മൊബൈലിൽ ഒപ്പിയെടുക്കുന്നുണ്ട്. അയാൾക്ക് രണ്ടാമത്തെ കുട്ടി വരാൻ പോകുന്നു. ഭാര്യനെ അർജൻറ്റായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ് ഡെലിവറിക്ക് വേണ്ടി. ആ സമയത്താണ് ഇയാളുടെ മൂത്ത മകൾ ഇയാൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അയാൾ തുറന്നു പോലും നോക്കാതെ പോക്കറ്റിലേക്ക് ഇട്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് റഷ് ചെയ്യാണ്. അവിടെ ലേബർ റൂമിലാണ് ഭാര്യ, ഇയാൾ പുറത്തിരിക്കുന്നുണ്ട്. ഇയാൾ പുറത്ത് വെയിറ്റിംഗ് സീറ്റിലിരിക്കുമ്പോഴാണ് പോക്കറ്റിൽ എന്തോ ഉണ്ടെന്ന് മനസ്സിലായിട്ട് എടുക്കുമ്പോൾ അത് മകൾ കൊടുത്ത ഗിഫ്റ്റാണ്. തുറന്നു നോക്കിയപ്പോൾ അവൾ തന്നെ വരച്ചൊരു പിക്ചറാണ്. അതിൽ അയാളുടെ വൈഫുണ്ട്, മകളുണ്ട്, പിന്നെ അയാളുണ്ട്. പക്ഷേ അയാൾ ഷോക്കായിപ്പോയി. ഇയാളുടെ പടത്തിൽ ഇയാളുടെ തലയ്ക്ക് പകരം ഒരു മൊബൈലാണ്. അപ്പോഴേക്ക് മനസ്സിലായത്, എൻ്റെ മോള് അവളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളിലൊക്കെ എൻ്റെ മുഖമല്ലല്ലോ കണ്ടിട്ടുള്ളത്, എൻ്റെ മുഖത്തിന് മുമ്പിൽ ഞാൻ പിടിച്ച മൊബൈലല്ലേ. പെട്ടെന്നൊരു തിരിച്ചറിവുണ്ടായിട്ട് ഈ മനുഷ്യൻ നേരെ ലേബർ റൂമിലേക്ക് കയറി ഭാര്യയെ ഡെലിവറിക്ക് സഹായിക്കുകയാണ്. റീല് മാറ്റിവെച്ച് റിയൽ ലൈഫിലേക്ക് കണക്ട് ചെയ്യണം. ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നത് ഒരു ഇൻക്രെഡിബിൾ ഫാദറെയാണ്, ജോസഫിനെയാണ്. ജോസഫ് ഉറക്കത്തിൽ ഉണർന്നിരുന്ന മനുഷ്യനാണ്. അച്ഛനുറങ്ങാത്ത വീടെന്നൊക്കെ പറയാം. തൻ്റെ മകന് രക്ഷപ്പെടുത്താൻ കവചം തീർത്ത ഒരാളാണ്. ഇന്നത്തെ അപ്പന്മാർ ശ്രദ്ധിക്കണം. ഇന്ന് നമ്മുടെ മക്കളെ കൊല്ലാൻ നടക്കുന്ന ഏറുദോസുമാരുടെ എണ്ണം വളരെ കൂടുതലാണ്. നമ്മൾ കുറേയും കൂടി ഉണർന്നിരിക്കണം. നമ്മൾ കുറേയും കൂടി സ്മാർട്ടാവണം.